ദിലീപ് ഇന്ദ്രൻസ് കുതിരവട്ടം പപ്പു കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയൊരുക്കിയ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി ഹിറ്റ്. പോരല്ലോ. റെസ്റ്റോറന്റ് ബില്ലിൽ 200 രൂപ ഇനിയും ബാക്കി. അപ്പൊ ടോട്ടൽ എത്രയാ ബില്ല്? റെസ്റ്റോറന്റ് ബില്ല് മാത്രം 2800 രൂപ. അദ്ദേഹം ഒരു ദിവസം മാത്രമല്ല അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതെ, പിന്നെ പക്ഷെ തിന്നതോ ജയിലിൽ നിന്ന് വന്ന പോലെയാ. അയ്യോ. ചിക്കൻ 65, ചിക്കൻ ടിക്ക, ചിക്കൻ നൂഡിൽസ്, ചില്ലി പ്രോൺസ്, ജിഞ്ചർ പ്രോൺസ്, ഗോൾഡൻ പ്രോൺസ്, മട്ടൺ ഡ്രൈ ഫ്രൈ, സ്ലൈഡ് ഫിഷ് വിത്ത് വെജിറ്റബിൾസ്, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ തണ്ടൂരി എല്ലാം ചേർത്ത് 2800 രൂപ. കഴിച്ചതാ. ഓഹോ, അപ്പൊ തിന്നു മരിക്കാനായിരുന്നു പ്ലാൻ. ഇതൊക്കെ തിന്നിട്ട് ചാകാഞ്ഞിട്ടായിരിക്കും വിഷം കൂടെ കഴിച്ചത്. അതും ഏറ്റില്ലല്ലോ പണ്ടാരടങ്ങാൻ. ഒരു സംശയം, നിങ്ങളുടെ ഹോട്ടലിൽ തണ്ടൂരി അടുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ആ കിടക്കുന്ന സാധനത്തിന് ഒന്ന് തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ടു തരുവോ? തണ്ടൂരി കൊലക്കേസിന് വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോവാം. അത് വേണോ ബാലകൃഷ്ണ? വേണം. എന്തായാലും ഒരു ആശ്വാസമുണ്ട്, ചത്തില്ലല്ലോ. ചത്ത ഞങ്ങളുടെ ഹോട്ടലിനാ ചീത്തപ്പേര്. ജീവിച്ചാ ഞങ്ങൾക്കും. എന്തായി? വന്നല്ലോ പൊന്നാരപ്പങ്ങള്, പേടിക്കണ്ട, സന്തോഷിക്കാൻ മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചില്ല. പൊന്നാങ്ങളുടെ വായിക്കരിയിടുന്നതിന് മുമ്പ് ആ ബാഗിൽ നിന്ന് ഒരു 200 രൂപ എടുത്ത്. 200 രൂപയോ? അതെ, ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. വായ്പയും പിരിവും നടത്തി മാക്സിമം ഞങ്ങൾ പിരിച്ചു. ഇനി ഒരു 200 രൂപയുടെ ഉണ്ടെങ്കിലേ ഡെഡ് ബോഡി വിട്ട് കിട്ടും. എങ്കിലല്ലേ ശവടക്കം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹോട്ടൽ ബില്ല് ക്ലോസ്. ഹോസ്പിറ്റൽ ബില്ല്. എടീ മഹാലക്ഷ്മി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പുലർച്ചെ കണ്ട സ്വപ്നമായതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. വളർന്നു വലുതായി 16 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ഇരട്ട പെൺമക്കൾ സ്വർണ്ണക്കസുള്ള പട്ടുകുപ്പായം അണിഞ്ഞ് കൂന്നൂരിലെയും മൂന്നാറിലെയും മാഞ്ചിയം തേക്കിൻ മരങ്ങൾക്കിടയിലൂടെ 2 അപ്സരസുകളെ പോലെ അവർ ഓടിക്കളിക്കുന്നു, പാറിക്കളിക്കുന്നു. ഇതപ്പോ ചെയ്യാം. ഹായ് ഹായ് കുക്കു. ദേവിക്കു, വഴക്കുണ്ടാക്കരുത്, ഒന്നിച്ചു പോയാ മതി. സൂക്ഷിച്ചു പോണേ. കുക്കു, കറപ്പിക്കാൻ നോക്കും മനുഷ്യ. ഇനി ഒരുങ്ങിട്ട് എപ്പോഴാ? എന്നും ലൈറ്റാ ഞാൻ സ്കൂളിൽ എത്താറുള്ളൂ. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു. പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, നടന്നു കളിക്കുന്നു. കീറിപ്പോയ യൗവനത്തെ വാർത്തയ്ക്കും വെള്ളമൂല് കൊണ്ട് ഇടതുന്നി. ഇനി അതിപ്പോ ചായം തേച്ച് കറുപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ? സോറി, ഇന്നലെ ഞാൻ അല്പം ബോറായി പോയി. ഞാനെന്നും ബോറൻ തന്നെയാണല്ലോ. മദ്യപിച്ചപ്പോ മനസ്സിൽ ചില പ്രതികാരങ്ങൾ നാം പെടുത്തു. ഹലോ, താൻ ഇന്നലെ വിളിച്ചു പോയത് സത്യം തന്നെയാ. ഈ തറവാടുന്ന് നിനക്ക് പെണ്ണ് തരുന്ന കാര്യത്തിന് ശക്തിയായി എതിർത്തത് ഞാൻ തന്നെയാ. വകുപ്പ് നോക്കുമ്പോ നീ അനന്തൻ നായരുടെ അനന്തരവനാ. പക്ഷെ പെണ്ണ് ചോദിക്കുമ്പോ അതിൻ്റെതായ ചില യോഗ്യതകളൊക്കെ വേണ്ടേ? ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ. ഈ കണ്ണും മൂക്കും പല്ലുള്ളത് കൊണ്ട് മാത്രം ഒരു മുഖമില്ല, മനസ്സിലായോ? ഈ ചന്ദ്രോത്ത് തറവാട്ടുകാര് ഈ രാമുണ്ണി മാഷ വില എട്ടിയെടുത്തിരിക്കുന്നത് അറിയോ? അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ആയ കാലത്ത് എന്റെ മുഖ സൗന്ദര്യം നീ കണ്ടിരുന്നോ? കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് തന്നെ കൊതി തോന്നും. ചെറുതിലെ ഞാൻ ചിരിക്കുമ്പോ ഈ 2 കവിളിലും ഓരോ നുണക്കുഴി വീതം വിടരുമായിരുന്നു.
ഇപ്പൊ ചിരിക്കാതെ തന്നെ വിരിയുമല്ലോ. എടോ ഇങ്ങോട്ട് നോക്കുക, പഴയതല്ല ഇനി അങ്ങോട്ട് മറക്കുക. ഗുരുത്വദോഷം കൊണ്ട് നീ ആശിച്ച പെണ്ണിനെ തന്നെ നിനക്ക് ഭാര്യയായി കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഒരേ വണ്ടിയിലെ 2 പാസഞ്ചേഴ്സാണ് നമ്മള്. ഇപ്പൊ ഇവിടുത്തെ പൊതുശത്രു പരേതനായ അനന്തൻ നായരല്ല, പിന്നെ ചന്ദ്രോത്ത് അനന്തൻ നായരുടെ സീമന്തപുത്രൻ കുഞ്ഞനന്തൻ. അതേടോ, ഇന്നലെ വീണ്ടും ആ പരട്ടത്തള്ള പറഞ്ഞു കുഞ്ഞനന്തന് ജോലി കിട്ടിയാലേ പാർട്ടിഷൻ നടക്കൂന്ന്. എങ്കിൽ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു യൂണിറ്റ് ഉണ്ടാവണം. ഗതികെട്ട സാത്താനെ സേവിക്കണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. സേവിക്കാം, സാത്താനെ തന്നെ സേവിക്കാം. വരട്ടെ. ഉള്ളതെല്ലാം മാഞ്ചിയം തേക്കുകാർ കൊണ്ടുപോയിട്ടും സഹിച്ചു നിൽക്കുന്നവരാണ് ഞാൻ. ദൈവം എന്നെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ. വൈകി കല്യാണം കഴിച്ചു. ആ കച്ചവടത്തിൽ കിട്ടിയതോ 2 ഇരട്ട പെമ്പിള്ളേര്. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി അവറ്റകളുടെ പേരിലും കൂടെ നിക്ഷേപിച്ചു. ഒന്നിന്റെ പേരിൽ 15 മാഞ്ചിയം, മറ്റേന്റെ പേരിൽ 15 തേക്ക്. പത്രത്തിൽ പരസ്യം കണ്ടപ്പോ മക്കള് മരമായി വളരട്ടെ എന്ന് ഞാനും മോഷിച്ചു. വെള്ളവും വളവും ചോദിക്കാതെ 300 എസ്റ്റേറ്റുകൾ വിലസുന്ന എന്റെ മാഞ്ചിയം തേക്കിൻ മക്കളെ ഞാനും എന്റെ മനസ്സിൽ വളർത്തി. ഒടുവിൽ മോഹിപ്പിച്ചവർ തന്നെ അത് വേരോടെ പിഴുത് മുങ്ങിയെന്ന് കേട്ടിട്ടും ദീക്ഷയോടെ ജീവിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. എന്നെ ആരാച്ചനാക്കരുത്. ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ എന്റെ കുട്ടി. നിങ്ങളുടെ മരം പോയതിന് എവനോടൊന്നിനാ ദേഷ്യപ്പെടുന്നേ? ഓ, യോഗമില്ലാത്ത വിത്തുകളായി പോയല്ലോ എന്റെ ഇരട്ട മക്കള്. എന്തിനാ കുട്ടികളെ പറയണേ? അവനവന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ ഒക്കെ സംഭവിച്ചത്. അതേടി, എന്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. ഓ, കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? മിണ്ടാനിടം കൊടുത്ത തൊണ്ടേ കയറും. അതാ സ്വഭാവം. അത്രയുണ്ടോ നിങ്ങള്? ഇല്ല. കുളിച്ചോ? ഇല്ലടോ. എന്നാ പോയത് കുളിക്കും മനുഷ്യ. ഇപ്പൊ കുളിക്കാം. പിന്നെ അച്ചുട്ടി, അത്താഴം ഉണ്ടിട്ട് പോയാൽ മതി കേട്ടാ. അല്ല, ഞാൻ പോവാ. എന്നാ പോയിക്കോ. അതാ നല്ലത്. ഇനിയിപ്പൊ അത്താഴം കൊണ്ടിട്ട് പോയാ മതി മോനെ. ഇപ്പൊ വേണ്ടമ്മേ, അത്താഴം വിളമ്പി ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകനായി വരുമ്പോഴേ മരപ്പട്ടിയും ചെഞ്ചീരിയും മുള്ളമന്തിയും ഒക്കെ അതാ അങ്ങ് പറമ്പിലാ. ഇപ്പൊ അതെല്ലാം കൂടി ഇന്ന് അകത്തായി. 2 പെൺമക്കളാ എനിക്ക്. അതായിരിക്കുന്ന കണ്ണുറന്ന് നോക്കുക. എന്താ ഉള്ളതെന്ന് വെച്ചാൽ വീതിച്ച് തന്നാ എങ്ങോട്ടെങ്കിലും പോവായിരുന്നു. സ്വസ്ഥായിട്ട് കഴിയാലോ. ആ. കഴിഞ്ഞ ആഴ്ച കൂടി ചേട്ടൻ എഴുതി ചോദിച്ചു പാർട്ടീഷന്റെ കാര്യം എന്തായെന്ന്. ഞാൻ എന്നും പറയാറുള്ളതാണല്ലോ, കുഞ്ഞനന്ദൻ ഒരു വഴിക്ക് എത്താതെ ആരും ഇവിടെ സ്വത്തോഹരിയുടെ കാര്യം ആലോചിക്കണ്ട. വിഷം കഴിച്ചിട്ട് പോലും ഒരു വഴിയിലെത്താത്ത കുഞ്ഞനന്തൻ ഇനി ഏത് പെരുവഴിയിലെത്താനാ? അവന് കണ്ടക ശനിയ. എന്റെ ദേവി, എന്റെ മോനെ കാത്തോണ്. കണ്ടകശ്ശേരി കൊണ്ടേ പോകുന്ന ഇത് കൊണ്ടുപോകുന്നില്ല. ഇതെന്തൊരു പരീക്ഷണാ ഭഗവാന്. വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പഴം കാക്ക കൊത്തി പോയി. മാങ്ങേണ്ടി അല്ലാതെ ഒരു കഷണം പോലും ഞാൻ ഒന്നും കിട്ടത്തില്ല. രൂപവും ഭാവവും നോക്കി ഈ ഇരിപ്പിന്റെ ഒരു അവസ്ഥ ഞാൻ പറയട്ടെ. തൊണ്ടയിൽ വലിയൊരു മുള്ള് വിലങ്ങനെ കുടുങ്ങി, പല്ലിളിച്ച് വാവൊളിച്ച് നിസ്സഹായ ഭാവത്ത് നിൽക്കുന്ന ഒരു പീറ പട്ടിയെ പോലുണ്ട്. എന്നേക്കൊക്കെ ഒരു കാര്യം ചെയ്. ഈ നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കകത്തേക്കിട്ട് ആ തടഞ്ഞു നിൽക്കുന്ന മുള്ളൊന്ന് എടുത്തു തരോ. മനുഷ്യനൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം. ചാവാൻ മെനക്കെട്ട് നടക്കുന്നവനാ. ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതികേട് ഉണ്ടാക്കല്ലേ. അളിയനൊന്നും ഞാൻ നോക്കുന്നില്ല. പോ 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 പോ. അയ്യോ, ഇപ്പോഴങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ, പോട്ടെ കൂട്ടുകാരെ. സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പിടിച്ച് കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിനുള്ള വിഷം നിനക്ക് കിട്ടായിരുന്നു. ഇത് നീർക്കോലി, മറ്റത് ഞാഞ്ഞൂല്. പക്ഷെ രണ്ടിനും വിഷമുണ്ട്. എത്ര നാളായി ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് നുള്ളിയിട്ട്. ഇന്ന് ഞാൻ നിന്നെ നുള്ളി. അതെ, ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയറ് നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത്? ആണോ? വിഷമാടാ അവൾ ഊട്ടിയത്. ആമാശത്തിലെത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ തുപ്പിക്കളഞ്ഞ നീ രക്ഷപ്പെടും. തുപ്പടാ. നിനക്ക് എന്ത് പറ്റി? എന്താ അവള് പറഞ്ഞത്? അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യത്രേ. ബൈപ്പാസ് സർജറി നടത്തി അച്ഛന് വേണ്ടി
അവളെന്നെ ബൈപ്പാസിൽ ചവിട്ടി ഇറക്കിയടാ. ദേവി പ്രസാദം തൊട്ടാൽ മനസ്സുമാറി അവളെ തിരിച്ചിട്ടുന്നല്ലേ നീ പറഞ്ഞു? മണ്ണാങ്കട്ട. ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ. മുറച്ചെറുക്കൻ അരവിന്ദാക്ഷം പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചിരിക്കും. ഇത് സത്യം, സത്യം. അമ്മേ ശക്തി തരണേ. വീട്ടിൽ പോടാ.